എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു അമൃത്. ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മീൻ കറിയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. ഇത് എല്ലാവർക്കും ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. ബാച്ചിലേഴ്സിനാണേലും ഒക്കെ ചെയ്തെടുക്കാം. വളരെ കുറച്ച് ചേരുവകൾ വെച്ചിട്ടാണ് നമ്മൾ ഈ റെസിപ്പി ചെയ്യുന്നത്. ചെറിയ ഉള്ളി വേണ്ട, അതുപോലെ തന്നെ വെളുത്തുള്ളി, ഇഞ്ചി ഒന്നും വേണ്ട. എന്നാൽ പോലും വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളൊരു മീൻ കറിയാണ് ചെയ്യുന്നത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് എനിക്ക് കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. മലപ്പുറം സ്റ്റൈൽ മത്തി മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് എന്തൊക്കെ ചേരുവകളാണ് വേണ്ടത് നോക്കാം. മത്തി 6 എണ്ണം കഴുകി വൃത്തിയാക്കി വെച്ചത്, വെള്ളം ആവശ്യത്തിന്, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ഒരു വലിയ പച്ചമുളക് നടുവേ കീറി വെച്ചതാണ്, കറിവേപ്പില, ഒരു നാരങ്ങയുടെ സൈസിലുള്ള വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചതാണ്, ഒരു തക്കാളി വലുത്, 2.5 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഉപ്പ് ആവശ്യത്തിന്. നമുക്ക് നമ്മുടെ മത്തി മുളകിട്ടത് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. ആദ്യം തന്നെ ചട്ടി എടുക്കാം. അതിലേക്ക് വാളംപുളി പിഴിഞ്ഞ് വെച്ചതാണ്, അത് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഒരു തക്കാളി മുറിച്ച് വെച്ചിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കുക. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക. ഇതിലേക്ക് പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കുക. ഇനി നമുക്ക് അടച്ച് വെച്ച് തക്കാളി ഒന്ന് വേവിച്ചെടുക്കണം. ഇപ്പോൾ ഒരു 4-5 മിനിറ്റ് ആയി. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം, തക്കാളി വെന്തിട്ടുണ്ടോ നോക്കാം. തക്കാളി അത്യാവശ്യം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. എന്നിട്ട് തക്കാളി ഒന്ന് ഉടച്ചെടുക്കാം. ഈ മത്തി ഇവിടെ കിട്ടുന്നതിൽ ഉപ്പുള്ളതാണ്, അപ്പം അത് നോക്കിയിട്ട് ഉപ്പിട്ട് കൊടുക്കുക. എന്നിട്ട് തക്കാളി ഒന്ന് ഉടച്ചെടുക്കണം. അത്യാവശ്യം വെന്ത് ഉടഞ്ഞിട്ട് തന്നെ ഉണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് എടുത്ത് വെച്ചിട്ടുള്ള മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്നുണ്ട് ഇളക്കി കൊടുക്കാം. ഇനി വീണ്ടും ഒന്ന് അടച്ചു വെച്ച് മത്തി വേവുന്ന വരെ ഒന്ന് വേവിച്ചെടുക്കാം. നമ്മുടെ മത്തി വെന്ത് കാണും. ഒരു 5-6 മിനിറ്റ് ആയി. മത്തി പെട്ടെന്ന് വെന്ത് കിട്ടും. നോക്കാം. നമുക്ക് ഇതിൻ്റെ ഉപ്പൊന്ന് നോക്കാം. കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട്. കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഉപ്പൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിനെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കാം. ഇത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കറിയാണ് കേട്ടോ. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട. ബാച്ചിലേഴ്സിനും എല്ലാം വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇനി നമുക്ക് ലാസ്റ്റ് ആൻഡ് ഫൈനലായിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. വെളിച്ചെണ്ണ മുകളിലൂടെ ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ടതൊന്ന് തിളപ്പിച്ച് നമുക്ക് വാങ്ങി വയ്ക്കാം. ചോറിൻ്റെ കൂടെ ഇത് മാത്രം മതി കഴിക്കാനായിട്ട്, അത്രയും ടേസ്റ്റാണ്. ഇനി ഇത് ഒന്നുകൂടെ തിളയ്ക്കുമ്പോഴത്തേക്കും നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നമ്മുടെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണ് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഞങ്ങളുടെ വീട്ടിലൊക്കെ ചെറിയ ചെറിയ മീനുകളൊക്കെ അധികം ഇങ്ങനെയാണ് വയ്ക്കുന്നത്. മത്തി, അയല,
മാന്തൾ അങ്ങനത്തെ മീനുകളൊക്കെ അധികം ഇങ്ങനെയാണ് വയ്ക്കുന്നത്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ മലപ്പുറം സ്റ്റൈൽ വറുത്തരച്ച മീൻകറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് അറിഞ്ഞതിൽ വളരെ സന്തോഷം. കുറേ പേര് ഉണ്ടാക്കി നോക്കി, നല്ല അഭിപ്രായം പറഞ്ഞു. ഇതും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇതാ നമ്മുടെ മത്തി മുളകിട്ടത് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ കമൻസിലൂടെ അറിയിക്കണം. ഇത്രയും സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.